മാനസമൈനാ അപ്പോ കേരളത്തിലുണ്ട്. മോളെ ചെക്കപ്പ് ഒന്നും മുടക്കണ്ട. ആ അത് ഞാൻ ഏർപ്പാടിയാം. വേണ്ട, നാളെ തന്നെ പോവാം. അതൊരു ചെറിയ ക്ലിനിക്കാ, SS ക്ലിനിക്ക്, 4-5 റൂട്ടില്. ആ രാവിലെ 10 മണിക്ക്. ആ ഞാൻ അങ്ങോട്ട് വരാം. എന്താ മോളെ പിന്നെ വിളിച്ചേ? ജോണി പറയാനുള്ള സാധ്യത കുറവാ. പറഞ്ഞിരുന്നെങ്കിൽ ഇതിനകം പോലീസ് നമ്മളെ തേടി വന്നേനെ. അതെങ്ങനെ? ഇന്നല്ലേ അറസ്റ്റ് ചെയ്തത്, ഇനി ചോദ്യം ചെയ്യലേ ഉള്ളൂ. അറസ്റ്റ് ചെയ്ത് ഇന്നൊന്നും ആയിരിക്കില്ല. നമ്മൾ വിളിച്ചപ്പോ ജോണിയുടെ ഫോൺ ഓഫായിരുന്നില്ലേ? അപ്പോഴൊക്കെ ജോണി പോലീസ് കസ്റ്റഡിയിലായിരുന്നിരിക്കും. ചോദ്യം ചെയ്ത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞ ശേഷമായിരിക്കണം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോ നമ്മുടെ ഒന്നും പേര് പറഞ്ഞു കാണില്ലല്ലേ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും നമ്മള്. ചുറ്റും കണ്ണുള്ളത് നല്ലതാ, കാതും. പത്ത് മണിയായിട്ടല്ലേ പോവാറുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിച്ചു. സാരമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ആ പറയുന്നതില് ഒരു ഇഷ്ടക്കുറവിന്റെ സ്വരമുണ്ട്. അതല്ലെങ്കിലും ഈ ആണുങ്ങൾ ഇങ്ങനെയാ. സ്വന്തം കാര്യം മാത്രം നടന്നു കിട്ടിയാ മതി. എനിക്കുണ്ട് ജോലി തിരക്കുകള്. നല്ല പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറാ ഞാൻ. എന്നിട്ടും ഇവിടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു സെർവറിന് വെക്കാൻ? 10-15 കൊടുക്കേണ്ടി വരും. എന്നാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമല്ലോ. എന്നിട്ട് വേണം ഇനി അവളുടെ മുഖം വീർപ്പിക്കലും കൂടി കാണാൻ. നീ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്? ഈ വീട്ടിൽ എനിക്കും മാനസികം കൂടി ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. എല്ലാരും കൂടി ഇങ്ങനെ ശ്വാസം മുട്ടിക്കാതിരുന്നാ മതി. അതവിടെ നിൽക്കട്ടെ, നീ മൈനയുടെ കാര്യം പറ. ആരോടും പറയാത്ത കാര്യങ്ങളെല്ലാം നിന്നോട് ഞാൻ പറഞ്ഞു. ഇനി നീ തീരുമാനിക്ക്. ഒരു അബോർഷൻ നിർബന്ധിക്കോ നീ? എടാ, ഒരു ഡോക്ടർ അബോർഷൻ ചെയ്യാൻ പറയില്ല. അത് പാടില്ല. പിന്നെ എന്ത് ചെയ്യും? അച്ഛനില്ലാത്ത കുട്ടിയെ വളർത്തണോ അവള്? നീ അവളെ കൂടെ ആ ചെറുക്കിന് കെട്ടിച്ചു കൊടുക്ക്. അവനെ ഇടവും വല്ലതും കിടത്തിക്കോളും. ഒറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. നീ ഒരു സൊല്യൂഷൻ പറയടി. ഞാൻ എന്തു പറയാനാ? നീ അബോർഷൻ ചെയ്യാൻ പറയണം. അത് പറയണം. ആരൊക്കെ നിർബന്ധിച്ചാലും മോൾ അബോർഷന് സമ്മതിക്കരുത്. ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു. പെണ്ണിന് കിട്ടിയ ഭാഗ്യവ ഗർഭപാത്രം. മോള് പ്രസവിക്കണം. വാ പരിശോധിക്കട്ടെ. ഓ, കുഞ്ഞിന്റെ അമ്മാവ് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? വാ. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അബോർഷൻ നടത്താൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിനിടയിൽ കയറി സംസാരിക്കരുത്. നല്ല മോളല്ലേ അവൾ. അവക്കുണ്ടാകുന്ന കുട്ടി നന്നായിരിക്കും. എന്റെ മോളെ പോലെ അവളെനിക്ക്. ഇത് ഏത് നേരം പറയണ്ട. വാറ്റുകാരി അമ്മയുടെ മോളാകാനുള്ള യോഗ്യതയല്ല അവൾക്കുള്ളത്. സാർ എന്ത് വേണോ പറഞ്ഞു. കുഞ്ഞിനെ കളയാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അമ്മയാകാനുള്ള ആനന്ദം അമ്മയായാലേ അറിയാൻ പറ്റൂ. തള്ളക്കരച്ചിലിന്റെ അവസാനം പിള്ളക്കരച്ചിൽ. അത് കേൾക്കുമ്പോ
എല്ലാ വേദനയും മറക്കും. കണ്ണ് കരയുമ്പോഴും ചുണ്ടിലൊരു ചിരി വരും. അത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചറിയണം. എന്നാ ഞാൻ ഇനി പ്രസവിക്കാം. അതിനെ പെണ്ണായിട്ട് ജനിക്കാനുള്ള യോഗം വേണം.